ഇന്ന് രാവിലെ ഒരു ഓർഡർ അടിച്ചു. ഈ ഓർഡർ അടിച്ചിട്ട് ഞാൻ ആ ഓർഡർ പിക്കപ്പ് ചെയ്യാനായിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴത്തേക്കും ഓർഡർ ഇൻകംപ്ലീറ്റും ആയി, ഡിനേയിലും ആയി. എടുത്ത് നോക്കിയപ്പോൾ സൊമാറ്റോ ചേട്ടൻ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഞാൻ മൂവ് ചെയ്തില്ല എന്നാണ്. അതായത് എനിക്ക് പറയാനുള്ള കാര്യം. സോ ഞാനത് ഓപ്പണായിട്ട് പറയുവാണ്. ഇത് എല്ലാ ഡെലിവറി പാർട്ട്നേഴ്സും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സൂക്ഷിച്ചിരുന്നോ. കാരണം സൊമാറ്റോയുടെ പുതിയ അപ്ഡേറ്റാണ്. നിങ്ങൾക്കൊരു ഓർഡർ അടിച്ച് ഒരു 3-3.5 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു കോള് വരും. നിങ്ങൾ ഓർഡർ ഡെലിവറി ചെയ്യാൻ താമസിച്ചെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഇതുവരെ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് തുടങ്ങിയ സൂക്കേടാണ് ഇവന്മാർക്ക്. ഒരു ചുമ്മാ ഒരു ടോർച്ചർ പോലെയാണ് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ കോള് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവ് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ഓർഡർ ഇങ്ങനെ ഡിനേലും ആവും, അത് ഇൻകംപ്ലീറ്റും ആവും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, പൊതുവേ നമുക്ക് റൈഡേഴ്സിന് ഒരു 10 മിനിറ്റ് ടൈം ഉണ്ടായിരുന്നു. അതായത് ഒരു ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ടൈം. ആ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 8 മിനിറ്റിനകത്ത് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ, ഓർഡർ ഡിലേ ഒന്നും ആവാതെ നമുക്ക് റെസ്റ്റോറൻറ്റിലെത്താം. വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും എടുത്ത് മാറ്റി കളഞ്ഞു. നമ്മളെല്ലാം റോബോട്ട്സ് ആണല്ലോ. നമുക്ക് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഓർഡർ അടിക്കുന്നത്. ചിലപ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴോ, ചിലപ്പോൾ വീട്ടിൽ ഈ പറയുന്ന ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഓർഡർ അടിക്കുന്നത്. ഇപ്പോൾ രാവിലെ 9 മണിക്ക് വീട്ടിലിരുന്ന് ഓണാക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഓണാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്കെല്ലാം ഇത് നല്ലൊരു പണിയാണ്. അതായത് ദൃശ്യം സിനിമയ്ക്കകത്ത് ജോർജ് കുട്ടി വരുണ്ട ഫോൺ എടുത്ത് മറ്റേ ലോറിയിൽ എറിഞ്ഞിട്ട് പോകത്തില്ലേ, അതുപോലെ നമ്മളിനി സിറ്റിയിലോട്ട് പോകുന്ന വല്ല ബസ്സിലുള്ള ഏതെങ്കിലും ചേട്ടന് കൊടുത്തിട്ട്, ചേട്ടാ ഇതൊന്ന് കൊണ്ടുപോക്കോ, ഞാൻ കഴിച്ചിട്ട് ബാക്കിൽ വന്ന് പിക്ക് ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ സൊമാറ്റോയിൽ ഓർഡർ അടിച്ചാൽ മൂവിങ് കാണിക്കുമല്ലോ. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യം. റെസ്റ്റോറൻറ്റുകാർക്കും ഈ കസ്റ്റമറിനൊന്നും ഇത് ബാധകമല്ല. അവർക്ക് വാരിക്കോരി കൊടുക്കുവാണ് സമയം. കാരണം ആരുടെ സമയമാണ്? നമ്മുടെ സമയമല്ലേ. നമ്മുടെ സമയം യൂസ്ലെസ് ആണ്. നമ്മുടെ സമയം ആർക്കും ഒരാവശ്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇതുവരെ ഡിനേലോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് റൈസ് ചെയ്ത് കിട്ടി. എനിക്ക് കിട്ടി. കാരണം ഞാൻ ഡിനേൽ ചെയ്യാറില്ല, ക്യാൻസൽ ചെയ്യാറില്ല. എനിക്ക് ആ വക പരിപാടി ഒന്നും ഇഷ്ടമല്ല. ഞാനൊരു ഓർഡർ കിട്ടിയാൽ അത് ഏത് മറ്റേ കൊണ്ണിയിലാണെങ്കിലും ഞാൻ കൊണ്ട് കൊടുക്കും. അത് കസ്റ്റമർ വിളിച്ചാൽ എടുത്താൽ മാത്രം മതി. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഒരുപാട് പേരുണ്ട് ഈ ചുമ്മാ ഡിനേൽ, അല്ലെങ്കിൽ ഒരു ദിവസം 2 ഡിനേൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ ബാഡായിട്ട് ബാധിക്കും. കാരണം നിങ്ങൾക്ക് ഓർഡർ കിട്ടാതാവാൻ ഈ പറയുന്ന ഡിനേൽ വലിയൊരു കാരണമാവും. അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇതാണ് കാണിച്ചത്. 9:05 എനിക്ക് ഓർഡർ അടിച്ചു. 9:19 ആയപ്പോഴത്തേക്കും അത് ഇൻകംപ്ലീറ്റ് ആയി. 9:20 ആയപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ നടയിൽ നിൽക്കുന്നു. ആലോചിച്ച് നോക്കും. ഞാൻ റെസ്റ്റോറൻറ്റ് നടയിൽ ചെന്ന് ഓർഡർ എടുക്കാൻ നോക്കിയപ്പോഴാണ് ഈ സാധനം മാറിപ്പോയത്. അതായത് ജസ്റ്റ് ഒരു 15 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു 6-7 മിനിറ്റ് എൻ്റെ ടൈം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർഡർ അടിച്ചത്. പിന്നെ പെട്ടെന്ന് ഞാൻ കഴിച്ചിട്ട് വീടൊക്കെ പൂട്ടി ബൈക്കും എടുത്ത് ഇറങ്ങി. പിന്നെ അറിയാമല്ലോ, ഒരു 2-3 സിഗ്നലുണ്ട്. അപ്പോൾ ഓരോ സിഗ്നലിലും നമുക്ക് 1 മിനിറ്റെങ്കിലും മിനിമം നിൽക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം അണ്ണന്മാർ നോട്ട് ചെയ്യണം. 1 മിനിറ്റ് ആക്കി. അങ്ങനെ അണ്ണന്മാർ മൊത്തത്തിൽ പണി തന്നു. എനിക്ക് ടിക്കറ്റ് റൈസ് ചെയ്തു. അത് ഓക്കെ ആയി. ഞാൻ ഇതേപോലെ ടിക്കറ്റ് റൈസ് ചെയ്തു. ഞാൻ റെസ്റ്റോറൻറ്റിലെത്തി. അത് നെറ്റ്വർക്കിൻ്റെ വല്ല ഇഷ്യൂ ആയിരിക്കും എന്ന് പറഞ്ഞ് ടിക്കറ്റ് റൈസ് ചെയ്തപ്പോൾ അവരെനിക്ക് ആ ഒരു ഓർഡർ മാറ്റി തന്നു. പക്ഷേ ഇത് എപ്പോഴൊന്നും തരത്തില്ല, വല്ലപ്പോഴും മാത്രമേ തരത്തുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. നമുക്ക് ലാസ്റ്റ് 100 ഓർഡറിൽ നമുക്ക് എത്ര ഡിനേൽ വന്നു, എത്ര ക്യാൻസൽഡ് വന്നു എന്ന് നമ്മുടെ ആ ഒരു റാങ്കിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഏറ്റവും കുറവുള്ളത് ഈ പറയുന്ന ഡിനേൽ ഓർ ക്യാൻസൽഡ് ഓർഡേഴ്സാണ്. കാരണം 2 ഓർഡർ ഡിനേലോ ക്യാൻസലോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡയമണ്ട് നേരെ മാറി സിൽവറിൽ വരും. ഒരു 3-4 ആയിക്കഴിഞ്ഞാൽ ബ്രോൺസ് ആവും, പിന്നെ ബ്ലൂ ആവും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ റാങ്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 ഓർഡർ അടുത്ത കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്ത 100 ഓർഡർ കംപ്ലീറ്റ് ചെയ്താലേ അവന്മാർ ഇത് മാറി കിട്ടുള്ളൂ. അപ്പോൾ അത് കാണിക്കണം. വളരെ ദുരന്തം പിടിച്ച കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ 100 ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇത് ശരിയല്ല. ഈ ഡിനേലോ ക്യാൻസലിന് 100 ഓർഡർ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് ഈ പറയുന്ന 30 ജിഗ് പോലെ 30 എണ്ണം വല്ലതും വെച്ചിട്ട് റീഷഫിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ബെറ്റർ ആയനെ. പക്ഷേ അത് 100 വെച്ചിട്ട് എടുത്ത് കളയും. ഇപ്പം നമ്മൾ മാനുവലി ചെയ്യണമെങ്കിൽ ശരി, ഒരു ഇതുമില്ല. ഇനിയിപ്പോൾ ഒരു ഓർഡർ വരുന്നു, എനിക്കത് കൊണ്ടു കൊടുക്കാൻ താല്പര്യമില്ല, ഞാൻ ഡിനേ ചെയ്യുന്നു, അതെൻ്റെ മാത്രം പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇതുകൊണ്ട് എനിക്ക് റാങ്ക് പോയി, അത് ഓക്കെ, ശരി, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ കാണിക്കുന്നത് മഹാദുരന്തമാണ്. ഇത് എനിക്ക് ദേഷ്യം വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇന്നലെ എൻ്റെ ഈ ഒരു ടൈമിംഗ് നിങ്ങൾ നോക്കണം. 8:34 APM ഹോട്ടലിൽ ഇൻകംപ്ലീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 8:01 എനിക്ക് ഓർഡർ കിട്ടി. 8:05 ഞാൻ റെസ്റ്റോറൻറ്റിലെത്തി. ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴത്തേക്കും
ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ശരി അവർ 10 മിനിറ്റ് ആവും തരും. 8:23 തരണില്ല, 8:30 തരണില്ല. അകത്ത് കയറി നോക്കിയപ്പോൾ അവർ അറൗണ്ട് ഒരു 25 കൊത്തു പൊറോട്ട എടുത്ത് സെറ്റ് ചെയ്തിട്ട് അത് കൊത്തു പൊറോട്ട മാത്രം പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം, കൊത്തു പൊറോട്ട മാത്രം. അപ്പോൾ എനിക്ക് ഈ ഓർഡർ 8:01 വന്നതാണ്. ഓൾറെഡി ഇത് എനിക്ക് തോന്നുന്നു 7:30 കസ്റ്റമർ ഓർഡർ ചെയ്ത ഓർഡർ ആയിരിക്കും. അതിലൊരു വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. ഈ വാട്ടർമെലൺ ജ്യൂസ് അവിടെ ഇരുന്ന് തണുത്തിരിക്കുവാണ്. ഒടുക്കം കസ്റ്റമർ ഞാൻ കൊണ്ട് ചെന്നിട്ട് പറയും ഞാനത് കൊണ്ട് അതിനെ തണുപ്പിച്ച് കളഞ്ഞെന്നായിരിക്കും കസ്റ്റമർ പറയുന്നത്. റെസ്റ്റോറൻറ്റ് തരണ്ടേ? ഒടുക്കം ഞാൻ നോക്കിയപ്പോൾ ഇവർ ഒന്നും നോക്കുന്നില്ല. എനിക്കൊരു എഗ് നൂഡിൽസ് ഉണ്ടായിരുന്നു, നൂഡിൽസ് തൊട്ടിട്ട് പോലുമില്ല. അത് നൂഡിൽസ് ചെയ്യുന്നില്ല. കൊത്തു പൊറോട്ട ഒരു 10-25 അവന്മാർ ഒരുമിച്ച് പാക്ക് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ APM ഹോട്ടലിൽ ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദിക്കാരാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദിക്കാരന്മാർ ഇപ്പോൾ അത്യാവശ്യം ദുരന്തമായിട്ടുണ്ട്. പണ്ട് APM എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർഡർ തരുന്ന ഹോട്ടലായിരുന്നു. പക്ഷേ ഇപ്പം ഡിലേ. ഇപ്പോൾ അവിടെ ഓർഡർ അടിക്കുന്നതേ പേടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് കുറേ നേരം, അതായത് എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ പിന്നെ ഓർഡർ ട്രാൻസ്ഫർ ചെയ്തു. നമുക്ക് ഒരു ദിവസം 2 ഓർഡറേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി 8 തൊട്ട് 8:30-35 വരെ എനിക്ക് അവിടെ പോയി കിട്ടി. ഞാൻ ഓർഡർ ട്രാൻസ്ഫർ ചെയ്തിട്ട് നേരെ പോണത് നമ്മുടെ കുമാർ കഫേയിലേക്ക്. അവിടെ പിന്നെ ഈ അവധി ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഫെസ്റ്റിവലിലുള്ള സമയം, ആ സമയത്താണ് മെജോറിറ്റി ഡിലേ വരുന്നത്. അല്ലാത്ത ദിവസമൊന്നും ഒരു പ്രശ്നവുമില്ല. അല്ലാത്ത ദിവസമൊക്കെ എനിക്ക് നല്ല എളുപ്പം കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ കുറ്റം പറയത്തില്ല. കാരണം കുമാർ കഫേയിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ ഈ 15, 30, 40 കോയിൻ പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്യും. അപ്പോൾ അവരൊക്കെ അത് അടിക്കാൻ ഇത്തിരി പാടുള്ള കാര്യമാണ് ഈ കോയിൻ പൊറോട്ട. അത് എനിക്ക് എൻ്റെ കൂടെ ഒരു സ്വിഗ്ഗിയിലുള്ള ചേട്ടൻ വന്നു, പുള്ളിക്കാരന് കിട്ടിയത് 45 കോയിൻ പൊറോട്ട. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോൾ രണ്ടാമത്തെ ഓർഡറും ഡിലേ. എനിക്ക് 8:36 കിട്ടി, 8:40 റെസ്റ്റോറൻറ്റിലെത്തി. എനിക്ക് ഓർഡർ പിക്കപ്പ് ചെയ്ത സമയം കണ്ട 9:30. ഓർഡർ ഞാൻ കൊടുത്ത സമയം കണ്ട 9:35. അതായത് ജസ്റ്റ് മഴ ഉള്ളതുകൊണ്ട് എനിക്ക് 52 രൂപ കിട്ടി. ഇപ്പം മഴ ഇല്ലായിരുന്നെങ്കിൽ ജസ്റ്റ് 27 വരെ ഓർഡറിന് വേണ്ടി ഞാൻ അറൗണ്ട് 8:30 തൊട്ട് 9:30 വരെ ഞാനവിടെ നിൽക്കുവാണ്. 8:30 തൊട്ട് 9:30 വരെ ഞാനവിടെ നിൽക്കുവാണ്. അവസ്ഥ ആലോചിച്ച് നോക്കണം. അത് ഞാൻ റെസ്റ്റോറൻറ്റിനെ കുറ്റം പറയുന്നതല്ല, ഞാൻ പറയുന്നത് റെസ്റ്റോറൻറ്റിന് ഇതേപോലെ 1 മണിക്കൂറും 1.5 മണിക്കൂറും വെയിറ്റ് ചെയ്യിപ്പിക്കാം, പ്രശ്നമില്ല. പിന്നെ കസ്റ്റമറിൻ്റെ കാര്യം ചെന്നാൽ, ഇപ്പം നമ്മളൊരു ഓർഡറും കൊണ്ടൊരു കസ്റ്റമറിൻ്റെ അടുത്ത് ചെല്ലുവാണ്, കസ്റ്റമറിനെ വിളിക്കുവാണ്, കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല. നമുക്കൊരു 15 മിനിറ്റിൻ്റെ ടൈമർ റണ്ണാവും. ഈ 15 മിനിറ്റിൻ്റെ ടൈമർ റണ്ണായി കഴിയുമ്പോൾ വീണ്ടും ഒരു 15 മിനിറ്റ്, അതായത് 30 മിനിറ്റ് നമ്മളവിടെ റോഡിൽ ചുമ്മാ പോസ്റ്റായിട്ട് നിൽക്കണം. ഈ 30 മിനിറ്റും കഴിയുമ്പോഴേ നമുക്ക് കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് കാര്യം പറയാൻ പറ്റൂ. കസ്റ്റമർ വിളിച്ചിട്ട് എടുക്കണില്ല, കസ്റ്റമറിൻ്റെ വീട് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല, കസ്റ്റമറിൻ്റെ അഡ്രസ്സ് ഇൻകംപ്ലീറ്റ് ആണ്. ചില ആൾക്കാരൊക്കെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓൺ ദി റോഡ് യു സ്റ്റേ ദെയർ എന്നൊക്കെ പറഞ്ഞാണ് ഓർഡർ ചെയ്യണത്. ചില ആൾക്കാർ ഇന്ത്യ, കേരള, ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞിടും. ഇവിടെയൊക്കെ നമ്മൾ എവിടെ പോയി കൊടുക്കാനാണ്? വീട്ടിൻ്റെ റെസിഡൻസിൻ്റെ ഇതിടണം. ഈ ചില ആൾക്കാർ എഴുതുങ്ങളൊക്കെ അങ്ങ് ഇടും, മറ്റേ ഇന്ന വീട് ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ റെസിഡൻസി നമ്പർ കറക്റ്റായിട്ട്, ഇപ്പോൾ മിക്കയിടത്ത് റെസിഡൻസി നമ്പറുണ്ട്, മിക്കയിടത്ത് റെസിഡൻസി നമ്പർ, ആ നമ്പർ കറക്റ്റായിട്ട് ഇടുക. പിന്നെ ഒരു ഓർഡർ ചെയ്തിട്ട് ഈ കറക്റ്റ് സമയത്ത് വരാൻ പറ്റാതെ എന്ത് തിരക്കാണെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. തിരക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്നാൽ പ്രോപ്പറായിട്ട് പറയുക, വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നിട്ട് നിങ്ങൾ അവിടെ വെളിയിൽ വെച്ചിട്ട് പോവാം. പിന്നെ ചില ആൾക്കാർ റാൻഡമായിട്ട് ചുമ്മാ ഓർഡർ വെളിയിൽ കൊണ്ട് ഇട്ടിട്ട് പോകാൻ പറയും. പക്ഷേ വെളിയിൽ വയ്ക്കാൻ സ്ഥലം കാണില്ല. മഴയൊക്കെ പെയ്താൽ കസ്റ്റമറിനെ ഡു നോട്ട് കോൾ എന്ന് എഴുതിയിരിക്കും. എവിടെ കൊണ്ട് കൊടുക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പറയുന്നത് കസ്റ്റമറിന് 30 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് കസ്റ്റമർ കെയർ നമുക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് തരുമ്പോൾ അത് പിന്നെ പുതിയൊരു ഓർഡറായിട്ട് അടിക്കും. അപ്പോൾ അത് 15 മിനിറ്റ് വീണ്ടും പോകും. അതായത് ഇവർ ഇതിനെ പകുതി വിലയ്ക്ക് വേറൊരാൾക്ക് കൊടുക്കുവാണ് ആ ഒരു ഓർഡർ. അപ്പോൾ അതാരെങ്കിലും വാങ്ങിച്ചാൽ ഓക്കെ, നമുക്ക് അടുത്ത ഓർഡറായിട്ട് പോകാം. ഇതാരും വാങ്ങിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു 15 മിനിറ്റ് അതേ റോഡിൽ നമ്മൾ ചുമ്മാ നിൽക്കണം. അപ്പോൾ 45 മിനിറ്റ് ഒരു ഓർഡറിന് നമുക്കവിടെ പോയേ. ഈ 45 മിനിറ്റ് ഒരു കസ്റ്റമർ ഡിലേ ആക്കി, 1 മണിക്കൂർ ഒരു ഹോട്ടലുകാരൻ ഡിലേ ആക്കി. ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇതിന് നമുക്ക് ഈ ഡിലേ വന്നതിന് ചിലപ്പോൾ സൊമാറ്റോ തരും, ചിലപ്പോൾ സൊമാറ്റോ ഒരു 50 രൂപ 30 രൂപയൊക്കെ ചിലപ്പോൾ തരും. അത് റിവാർഡ് സ്ക്രാച്ച് കാർഡായിട്ടാണ് തരുന്നത്. 1 മണിക്കൂറും അതിനൊക്കെ നമുക്ക് സൊമാറ്റോ പേയ്മെൻറ്റ് തരും. ഓക്കെ, ശരി, സമ്മതിച്ചു. പക്ഷേ 1 മണിക്കൂർ നമ്മുടെ സമയം പോണതിന് വാല്യൂ ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ മൾട്ടി ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ അത് അവന്മാരെടുത്ത് അങ്ങ് കളയും. അതായത് ഒരു ഫസ്റ്റ് റെസ്റ്റോറൻറ്റിൽ വന്ന് നിന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇല്ല, ഒരു 5 മിനിറ്റോ 6 മിനിറ്റിനകത്ത് നമുക്ക് ആ ഫസ്റ്റ് ആദ്യം കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ ഓർഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിലുള്ള ഓർഡർ, രണ്ടാമത്തെ ഓർഡർ അവരങ്ങ് എടുത്ത് കളയും. ഓക്കെ, അതെല്ലാം നിങ്ങൾ കസ്റ്റമറിന് ഡിലേ ആകുമെന്ന് പറഞ്ഞാണ്
ചെയ്യുന്നതെന്ന് മനസ്സിലായി. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ആസ് എ ഡെലിവറി ബോയുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ അടിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു സാവകാശം താടേ. അല്ലാതെ ഇതേപോലെ നമ്മൾ മനുഷ്യരാണ്. ഇപ്പോൾ രാവിലെ 8 ജിഗ് കൊണ്ട് സൊമാറ്റോ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയില്ല. മഴയുണ്ടെങ്കിൽ ഓക്കെ, മഴയൊന്നും ഇല്ലാതെ 8 ജിഗ് കൊണ്ടൊന്നും നമുക്ക് ഈ പറയുന്ന ഈ ഫുൾ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ രാവിലെ 9 തൊട്ട് രാത്രി 10 വരെ ഫുൾ ടൈം ഇപ്പോൾ ഫുഡ് പോലും കഴിക്കാതെ നിൽക്കുന്ന എത്ര ചേട്ടന്മാരുണ്ടെന്നറിയാമോ? ഈ പറയുന്ന സമൂസ, പപ്സ്, ഡ്രിങ്ക്സ് ഇത് മാത്രം കഴിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ എല്ലാ ഓർഡറും ഡിലേ ആക്കണമെങ്കിൽ ശരി, അവനെ നിങ്ങൾക്ക് മാറ്റി നിർത്താം. ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ഡിലേ ആക്കാനേ താല്പര്യമില്ല. ഞാനൊരു ഓർഡറും ഡിലേ ചെയ്യത്തില്ല, ഒരു ഓർഡർ ഞാൻ ഡിലേയിലോ ക്യാൻസലേഷനോ ചെയ്യത്തില്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇതേപോലത്തെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ളിൽ ചെറിയൊരു വിഷമം വരും. പിന്നെ എന്തുകൊണ്ടെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ വിടും. കാരണം സൊമാറ്റോ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അവിടെ അവന്മാർക്ക് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവന്മാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് പോട്ടെ, മനസ്സിലായി. അപ്പോൾ ഇത് ജെന്യുവനായ ഇഷ്യൂ ആണ്. ഇത് സൊമാറ്റോയുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളിത് കമ്പനിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. കാരണം ആദ്യം ആ ഫോൺ വിളി ഒന്ന് ഒഴിവാക്കിത്താ. കാരണം ഒരു ടോർച്ചർ എന്ന് പറഞ്ഞാൽ ചുമ്മാ അനാവശ്യമായിട്ടാണ് വിളിക്കുന്നത്. അത് ഒരുപാട് പേര് പറഞ്ഞു, ഈ ഒരു ഓർഡർ അടിച്ചിട്ട് ഉടനെ ഒരു ഓട്ടോമാറ്റിക് കോള്, നിങ്ങൾ ഈ ഓർഡറിലേക്ക് എത്താൻ വൈകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത്. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഇത് ഇനി ഇറങ്ങുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാവുള്ളൂ. നിങ്ങൾക്കൊരു ഓർഡർ അടിച്ചോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യുക. നിങ്ങൾ ഒരിടത്ത് നിൽക്കാനോ ഒരിടത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ഒന്നും കയറരുത്. കാരണം അണ്ണന്മാർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ അടിച്ച് കൈത്തരും, ഡിനേൽ അടിച്ച് കൈത്തരും. 2 ഡിനേൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ഇൻസെൻറ്റീവ് പോയി കിട്ടും. പിന്നെ എപ്പോഴും ഒന്നും ടിക്കറ്റ് റൈസ് ചെയ്താൽ കിട്ടത്തില്ല. വല്ലപ്പോഴുമൊക്കെ ടിക്കറ്റ് റൈസ് ചെയ്താൽ മാത്രമേ അവന്മാർ അത് മാറ്റി തരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കുക, അല്ലാതെ ഇനി വേറെ ഒരു കാര്യവുമില്ല. അപ്പോൾ എന്നാൽ ശരി.